വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് ജിയ. എനിക്ക് ഷൂട്ട് ഇല്ലാത്ത ദിവസം ഞാൻ എന്താണ് ഒരു ദിവസം ചെയ്യുന്നതെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരു ദിവസം ഓരോന്നാ ചെയ്യുന്നത്. ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ഫോട്ടോഷൂട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോവും. ഇന്ന് ഞാനിപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഷൂട്ടില്ലാത്ത ദിവസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് തേജുവിനെ വിടണം. അവന് സ്കൂളിൽ കൊണ്ടാക്കണ്ട, ബസ് കയറ്റി വിട്ടാൽ മതി. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ പുതിയൊരു ശീലം ഉണ്ടാക്കുകയാണ്. പല്ലിയേക്കാൻ പോകുന്നതല്ല കേട്ടോ പുതിയ ശീലം, അതെപ്പോഴും തേക്കും. ഞാൻ നടക്കാൻ പോവാണ്. അപ്പം ഞാൻ പല്ല് കേൾക്കാനായിട്ട് പോവാണ്. എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ആലോചിച്ചത്. പിന്നെ ഞാൻ പെട്ടെന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നടക്കാനായിട്ട് പോകട്ടോ. ആദ്യമായിട്ട് നടക്കാൻ പോകുന്നത് എന്താവും നോക്കാം. അങ്ങനെ ഞാൻ നടക്കാൻ പോയിട്ട് വന്നു. ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പം ചാർജ് ചെയ്തിട്ടിരുന്നേ. ഇനിയിപ്പം തേജുവിനെ കൊണ്ടാക്കണം. തേജുവിൻ്റെ ബസ് 7:25 ആകുമ്പോൾ വരും. അപ്പം അവനെ കൊണ്ടാക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കലാപരിപാടികൾ. അതിന് മുമ്പ് ഞാനൊരു കട്ടൻ കുടിക്കുകയാണ്. കട്ടനാണ് പൊതുവെ കൂടുതലും കുടിക്കാറ്. കാരണം സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പാൽ ഐറ്റംസ് ഒക്കെ ഭയങ്കരമായിട്ടും കുറയ്ക്കും. തങ്കൻ രാവിലെ ആകെ കലിപ്പിലാണ്. അവൻ ഈ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കുന്നത് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ അറിയാതെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തേ. അങ്ങനെ തേജുവിനെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പോഴാണ് സ്ക്വിഡ് ഗെയിമിൻ്റെ കുറച്ച് കാണാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറേശ്ശെ കേട്ടോ കാണുന്നത്. സീരീസ് ഒന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ കണ്ടു തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് കണ്ട് കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷമാണ് ഞാൻ വിഴിഞ്ഞത്തോട്ടിറങ്ങി. നമുക്ക് മീൻ മേടിക്കാം. അങ്ങനെ പോയി ഞാൻ വിഴിഞ്ഞം ഹാർബർ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഹാർബർ എത്തിയിട്ടുണ്ട്. ഇനി മീൻ മേടിക്കുന്ന ചടങ്ങിലോട്ട് നടക്കാം. ലേലം വിളിച്ചൊക്കെയാണ് ഇവിടെ പൊതുവെ മേടിക്കുന്നത്. അതാണ് ലാഭം എന്നാണ് പറയുന്നത്. എനിക്ക് പിന്നെ ഈ ലേലം വിളിക്കാനൊന്നും അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അവിടെ ചെന്നപ്പോഴാണ് ദൈവമേ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. വിഴിഞ്ഞ ഹാർബർ. അങ്ങനെ ഞാൻ പല മീനുകളുടെ പുറകെ ഓടി. എന്തൊരു കറുത്ത മീനാണ്. കാരണം എൻ്റെ പേര് പറഞ്ഞ് അറിഞ്ഞുകൂടാ. എനിക്ക് ചുമന്നവരെ ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് വില വേശി വിളിക്കാനൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ഐസിൽ അവിടെ നിന്ന് സ്കൂട്ടായി സത്യം പറഞ്ഞ വേറെ കടയിൽ കയറിയാണ് ഞാൻ മീൻ വാങ്ങിയത്. അങ്ങനെ ഞാൻ മീനൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോ രേഷ്മയും സൂര്യചേട്ടനും വന്നിട്ടുണ്ട്. അവര് ചെറിയൊരു സംരംഭം ആരംഭിക്കാൻ പോവാ. അപ്പൊ അതിൻ്റെയാണ് ഈ കാണുന്ന ഫുള്ള്. അപ്പൊ ആദ്യത്തെ കച്ചവടം മമ്മീനെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ എന്താ ചിരി. നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതിന്റെ വീഡിയോ ഞാൻ വേറെ പ്രത്യേകം എടുക്കാം കേട്ടോ. ഞാൻ എടുക്കാൻ പോകുന്ന ആണ്, പക്ഷെ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. നോക്കാം. ശരി. നല്ല മോതിരം, കമ്മല്, അതിന്റെ കമ്മല്, പിന്നെ ചോക്കർ കാണിക്ക്. നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാ. ഗ്രീനില് വൈറ്റ് സ്റ്റോൺ വെച്ച ബ്യൂട്ടിഫുൾ. നല്ലയല്ലേ? നല്ലയാണോ? ആണ്. നല്ലയാണോ? അപ്പൊ ആദ്യത്തെ കച്ചവടം ഞാൻ മമ്മിക്കാണ് എന്റെ ഓർണമെന്റ് സെയിൽ ചെയ്യുന്നത്. എന്റെ വള മമ്മിയുടെ കൈ നീട്ടാം. കാലത്തെ തണ്ണീരെ വാങ്ങി. എന്റെ കാല് തൊടുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ അമ്മി വളയിട്ട് കാണിരും അമ്മി. അങ്ങനെ രേഷ്മ അവളുടെ പുതിയ സംരംഭം ആരംഭിച്ചു. അമ്മി വണ്ണം വെക്കണം കേട്ടല്ലോ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. അപ്പം കൂടുതൽ ഓർണമെന്റ്സിന്റെ വീഡിയോ ഗ്രീഷ്മ ചെയ്ത് കാണിക്കുന്നതായിരിക്കും.
ഞാൻ അങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് ആവോലിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. മമ്മി അപ്പൊ അത് കട്ട് ചെയ്താ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നേ. പിന്നെ മമ്മിയുടെ ഒരു അലങ്കാരം അതിനകത്ത് കാണിക്കുക. എന്ത് ചെയ്യാൻ അമ്മി പോണേ? ഫ്രൈ ചെയ്യാൻ പോവാ. ആ കറക്റ്റ് ഇന്ന് വീഡിയോ എടുക്കുന്നതിന്റെ അന്ന് ഇവിടെ കറണ്ട് ഇല്ലേ. എനിക്ക് നോക്കി നിൽക്കാൻ അധികം അറിയത്തുള്ളൂ. ഞാൻ വെക്കൊക്കെ ചെയ്യും ഫുഡ്, പക്ഷെ വല്ലപ്പോഴേ വെക്കൂ. നീ പെണ്ണെ പുളിശ്ശേരി വെക്കാന്ന് വിചാരിച്ചപ്പോഴാണ് കറണ്ട് പോയത്. പിന്നെ തേങ്ങ അരയ്ക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് പണ്ട് കൊച്ചിലെ മമ്മി എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണ് ഇത്. പുളിയും വെള്ളവും എന്ന് പറയും, അതായത് ഒഴിച്ചു കൂട്ടാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇത് മമ്മിയുടെ റെസിപ്പിയാണ്. ഇതിനകത്ത് എന്തൊക്കെ ചേർക്കും എന്നുള്ളത് എനിക്ക്, പുളി ചേർക്കും, ഉള്ളി ചേർക്കും, പച്ചമുളക്, കടുക്. ഇത് എന്താ ചെയ്യുന്നേ? പുളി വെള്ളത്തിയിടും, പിഴിഞ്ഞ് വെക്കും. എന്നിട്ട് ഉള്ളി, പച്ചമുളക് അങ്ങോട്ട് കാണിച്ചു. കടുകിട്ടിട്ട് പച്ചമുളക് ഉള്ളി അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചിട്ട് പുളിവെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് എടുക്കും, തിളപ്പിച്ചെടുക്കും. സിമ്പിളാ, പക്ഷെ എനിക്ക് ഇത് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കിത് കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ. മിക്കവർക്കൊക്കെ അറിയാം. നമ്മൾ കുരുമുളക് പൊടിക്കാൻ പോകണം. ഇവിടെ ആവശ്യത്തിന് മാത്രമേ കുരുമുളക് പൊടിക്കാറുള്ളൂ. കുരുമുളകായിട്ട് വാങ്ങിച്ചു വെക്കും. ആവശ്യമുള്ളപ്പം ഇങ്ങനെ ഇടിച്ച് പൊടിക്കും. സാധാരണ മമ്മിയെ പൊടിക്കാറ്. ഇതിപ്പോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പൊടിക്കും. കുറച്ച് കഴിയുമ്പോ മമ്മി വരണേ. ബാക്കി നമുക്ക് മമ്മീനെ കൊണ്ട് പൊടിപ്പിച്ചാലോ. മമ്മിയെ തേജുവിനെ കൊടുക്കണം. തേജ് ഭക്ഷണം പോലെ പൊടിച്ചു തരും. അങ്ങനെ നമ്മളിത് ഓരോ പൊടികളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ലോ മോഷനിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ. ഏതൊക്കെ പൊടികളാണ് ഇടുന്നതെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ആവോലിക്കുള്ള മസാല തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നതാണ്. മാല ബൈ സംഗീത എന്ന് പറയുന്ന ഒരു ഓർണമെന്റ് ഷോപ്പിൽ നിന്നാണ്. മാലയും ഇതിന്റെ പൊട്ടിക്കണത്. അല്ലേ ഇയറിങ്സ് ഉണ്ട് കൂടെ. ഇതില് നമ്മള് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെന്താ വേറൊരു ജീരകപ്പൊടി, ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി, പിന്നെ നാരങ്ങ എണ്ണ, നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചു. ഇനി ലേശം വെള്ളം. അങ്ങനെ നമ്മളിത് കുഴച്ച് കഴിഞ്ഞു അരപ്പ്. ഇനിയിപ്പം മീനുമായിട്ട് ഇത് മിക്സ് ചെയ്യണം.
ഒരുപാട് എരിവിടല്ലേ. പറഞ്ഞ കേൾക്കൂ. ആ എനിക്ക് ഒരുപാട് എരിവ് കഴിക്കാൻ പറ്റില്ല, തല കറങ്ങും. ഇനി നമ്മളൊരു 1/2 hour ഇത് മാറ്റി വെക്കണം അടച്ച്. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോണേ. നമ്മളിത് എണ്ണ ഒഴിക്കാൻ പോവാ. പറയണേ, നിർത്തും പറയണേ അമ്മി. അതെയോ? എന്റെ കയ്യില് ഇട്ടോ എന്റെ കയ്യിൽ എരിവ് പറ്റുമെങ്കിൽ കൈ നീറും. അപ്പൊ അതുകൊണ്ട് മമ്മിയെ കൊണ്ട് തന്നെ ഇടിപ്പിക്കും. പിന്നെ എനിക്ക് ജോലി ചെയ്യുമ്പോ അടുക്കളയിൽ ആരും നിൽക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ വരത്തില്ല. നടുക്കെണ്ണ ഒഴിക്കണം. അങ്ങനെ നമ്മളുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിൽ ഫ്രൈ ആയി. നല്ല മണമുണ്ട് കേട്ടോ. ബാക്കി ഇവിടെ ഉണ്ട്, ഇനി അതും ഫ്രൈ ചെയ്യണം. ഞാനത് മമ്മി അത് പ്ലേറ്റിലോട്ട് പകർത്തുകയാണ്. പറ്റും. വേണ്ടേ? രസം വേണമെങ്കിൽ ഒഴിച്ചു. അല്ലേ, പുളിവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു. അത് നമ്മുടെ ചോറും പുളിവെള്ളവും ആവോലി ഫ്രൈയും അച്ചാറും പിന്നെ ഒരു തോരനുണ്ടായിരുന്നു, അതിൻ്റെ പേര് മറന്നു. കഴിക്കാൻ പോവാ. ആവോലിയൊക്കെ പൊരിച്ച് സൂര്യചേട്ടൻ കഴിക്കാൻ വന്നതാണ്. രേഷ്മയുണ്ട്, രേഷ്മ ഇപ്പൊ വരും. ആദ്യം നമുക്ക് ആവോലി വെച്ചു. എങ്ങനെയുണ്ട് ആവോലി? കൊള്ളത്തില്ലേ? കൊള്ളാമെന്ന് പറയാറ്. സൂര്യചേട്ടൻ കറി വെച്ച് ഇഷ്ടമെന്ന് തോന്നുന്നല്ലേ? സൂര്യചേട്ടൻ കറിയുടെ ആളാ, ഞാൻ പൊരിച്ചതിന്റെ ആളാ. അല്ല, ഇത് കറിയാവുമ്പോ കുറച്ച് കറിയെ കൂടി കഴിക്കാമല്ലോ രസത്തിന്റെ കൂടെ. ഇത് രസമല്ല, പുളിവെള്ളം. പുളിവെള്ളം എന്റെ ഓൾ ടൈം ഫേവറേറ്റാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ.